യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ സാഹചര്യങ്ങളെ, ഞങ്ങൾ ഇരിക്കുന്ന അവസ്ഥകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. കർത്താവ് രാത്രി ശക്തമായി ഇടപെട്ടാട്ട് റാസാഥേൽ പ്രഭാർതേരിയ വചനത്തെ കർത്താവെ തുറക്കുവാൻ കഴിയാതെ, ദൂതുകളെ വെളിപ്പെടുത്താതെ തടസ്സമായി നിൽക്കുന്ന എല്ലാ പോരുകളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ രാത്രി ഒരുമിച്ച് ഇതിൻ്റെ മേൽ ജയമെടുക്കുകയാണ്. എല്ലാവരും വായികളെ തുറന്ന് അല്പമിനിറ്റുകൾ അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ, പൈശാചിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി പൊളിയുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വചനങ്ങളുടെ ആഴങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. കർത്താവെ, ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, ഒരുമിച്ച് അനുഗ്രഹിക്കണേ. അല്പമിനിറ്റുകൾ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് അനുഗ്രഹമാക്കി തീർക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇരമ്യാ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. സന്തോഷധ്വനി, ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെയാക്കും. ആമേൻ, ഹല്ലേലൂയ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുന്നു: ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെയാക്കും. ഇന്ന് ഈ മീറ്റിംഗ് ഒരു ദേശത്തിന് വേണ്ടി, അല്ലെ നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവ മക്കളാണല്ലോ ഇതിനകത്ത് ഇരിക്കുന്നത്. നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ ഒത്തിരി സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ ഇരമ്യാ പ്രവചനം 33-ാം അധ്യായം അതിൻ്റെ 3-ൽ എഴുതി വെച്ചിരിക്കുന്നു: ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി. ആമേൻ, ഹല്ലേലൂയ. ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും, നമ്മൾ കടന്നു പോകുന്ന ഏത് സ്ഥിതിയാണെങ്കിലും അതിനെ മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഉറപ്പുള്ളവർ മാത്രം, അത് വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ദൈവം ദേശത്തിൻ്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെയാക്കും. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം കൈമാറട്ടെ. നമ്മളുടെ ഓരോരുത്തരുടെയും സ്ഥിതികളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് വലിയ സ്ഥിതിയാണെങ്കിലും, നമ്മളിപ്പോൾ ഏത് സാഹചര്യത്തിനകത്താണെങ്കിലും, ഏത് സ്ഥിതിയിലാണെങ്കിലും അതിനെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വിശ്വസിക്കുക, ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദൂതിനെ സ്വീകരിക്കുക. ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റാൻ തുടങ്ങുന്നു. പണ്ട് നീ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സന്തോഷമില്ലേ, പണ്ട് നീ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സ്വസ്ഥത, പണ്ട് നീ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു സമാധാനം, ഇന്നത് എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, പണ്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ആത്മീക സന്തോഷം, പണ്ട് അനുഭവിച്ചു കൊണ്ടിരുന്ന ദൈവകൃപ, കഴിഞ്ഞ നാളുകൾ നീ അനുഭവിച്ച ദൈവ സാന്നിധ്യം ഇന്നെവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് നിന്നോട് കൈമാറുന്നു. അത് മടങ്ങി വരുന്ന ഒരു സീസൺ ഉണ്ട്, അത് മടങ്ങി വരുന്ന ഒരു സീസൺ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെയാക്കും. ഇരമ്യാ പ്രവചനം എഴുതി വച്ചിരിക്കുകയാണ്. ഇരമ്യാവ് എന്ന പ്രവാചകന് യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാടാണ്, ദൈവശബ്ദമാണ്. ദൈവമനുഷ്യനോട് പറയുകയാണ്, ഞാൻ ദേശത്തിന്റെ സ്ഥിതി മാറ്റി പണ്ടത്തെ പോലെയാക്കും. ആമേൻ, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഹല്ലേലൂയ പ്രാരംഭത്തിൽ വായിക്കുന്നു, ഇരമ്യാ പ്രവാചകൻ ഇരമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ നല്ല ഒരു സാഹചര്യത്തിലല്ല താൻ ഇരിക്കുന്നത്, നല്ല ഒരു അവസ്ഥയിലല്ല താൻ ഇരിക്കുന്നത്, സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യത്തിനകത്തല്ല ഇരിക്കുന്നത്. പക്ഷെ ദൈവവചനം എഴുതി വെച്ചിരുന്നു, ഈ സാഹചര്യത്തിനകത്തും ഞാൻ നിന്റെ സ്ഥിതിയെ മാറ്റുമെന്ന്. ഹല്ലേലൂയ. നല്ല സന്തോഷം അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയ്ക്കകത്തല്ല ഇരിക്കുന്നത്, സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല ഇരിക്കുന്നത്, നെടുവീർപ്പിൽ
കണ്ണുനീർപ്പെട്ട ഇരിക്കുന്നത്, കഷ്ടതയിലൂടെയാ ഇരിക്കുന്നത്, അടയ്ക്കപ്പെട്ടിരിക്കുകയാ. പക്ഷെ വചനം എഴുതി വെച്ചിരിക്കുന്നു, അടയ്ക്കപ്പെട്ട സാഹചര്യത്തിനകത്തോ ഞാൻ നിന്റെ സ്ഥിതിയെ മാറ്റുമെന്ന്. ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിശ്വസിച്ച് ആമേൻ പറഞ്ഞു. സ്വർഗം നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുകയാ. ഈ പ്രതികൂലത്തിനകത്ത്, നീ കടന്നു പോകുന്ന പ്രതിസന്ധിക്കകത്ത്, കഷ്ടതയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ കാവൽപുര മുറ്റത്ത് അല്ലെങ്കിൽ ഈ പ്രയാസത്തിനകത്ത് നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല. ഇതിനകത്ത് ഈ മനുഷ്യനോട്, ദൈവ മനുഷ്യനോട് ദേശത്തോടുള്ള ദൈവിക ദൂതുകൾ വിളിച്ചു പറയുകയാണ്. ദേശത്തോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് പറയും, ഞാൻ ദേശത്തിൻ്റെ സ്ഥിതി മാറ്റും. കാരണം ഹല്ലേലൂയ, അവിടെ ഭയങ്കരമായ 3-4 കൂട്ടം കാര്യങ്ങളെ അവിടെ പറയുകയാണ്. ഈ വചനം ഭയങ്കര ശക്തമാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ വചനത്തിനകത്തൂടെ ചില വിടുതലുകളെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ജനത്തിൻ്റെ മേൽ, ചില കുടുംബങ്ങളുടെ മേൽ കർത്താവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നെന്ന്. സന്തോഷധ്വനിയുടെ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇനിയും സന്തോഷധ്വനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഒക്കെ ഉണ്ടാകും ഇനിയും. ആമേൻ. അപ്പം ഇന്നലെ വരെ ഉണ്ടായിരുന്നത് എന്തോ നഷ്ടപ്പെട്ടു. ഇന്നലെ വരെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നത് എന്തോ ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയി. ഇവിടെ വചനം എഴുതി വെച്ചു, ഇനി അത് ഉണ്ടാകുമെന്ന്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കാമോ? ഇന്ന് നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിന്റെ കയ്യിൽ നിന്ന് എവിടെയെങ്കിലും ശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ, പിശാച് ചിതറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വർഗത്തിലെ ദൈവം കൈമാറുക, ഇനിയും അതുണ്ടാകും, ഇനിയും അതുണ്ടാകും. എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവജനത്തോടെ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറട്ടെ. നഷ്ടപ്പെട്ടു പോയ സന്തോഷമില്ലേ, നഷ്ടപ്പെട്ടു പോയ ആനന്ദമില്ലേ, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാന്തരീക്ഷമില്ലേ, നിന്റെ കുടുംബത്തിനകത്തു നിന്ന്, നിന്റെ വ്യക്തിപരമായ ലൈഫിനകത്തു നിന്ന്, നിന്റെ സഭയ്ക്കകത്തു നിന്ന്, നിന്റെ ദേശത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയ സമാധാനമില്ലേ? ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിലെ ദൈവം കൈമാറുകയാ. അത് മുഴുവനും മടങ്ങി വരുന്ന ഒരു സീസൺ ഉണ്ട്. അത് മുഴുവനും മടങ്ങി വരുന്ന ഒരു സീസൺ ഉണ്ട്. ഇനിയും അതുണ്ടാകുമെന്ന്. ഇന്നലത്തെ സന്തോഷം നഷ്ടപ്പെട്ടു പോയതോർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നെടുവീർപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്നു ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിങ്ങളോടുള്ള പ്രവചന ശബ്ദം, ഇനിയും അതുണ്ടാകും, ഇനിയും അതുണ്ടാകും. ഓ, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഒന്നുകൂടെ ഓർപ്പിക്കുക, ഇനിയും. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ശക്തമായി പ്രവചിക്കാൻ പറയുന്നു. വീടുകൾക്കകത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില സന്തോഷം, വീടുകൾക്കകത്ത് നഷ്ടപ്പെട്ടു പോയ സമാധാനം, വീടുകൾക്കകത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ, കൂടാരത്തിനകത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ സാന്നിധ്യം സ്വർഗത്തിലെ ദൈവം മടക്കി തരാൻ തുടങ്ങുകയാ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചോ. സ്വർഗത്തിലെ ദൈവം അത് മടക്കി തരാൻ തുടങ്ങുകയാ. 2-3 മിനിറ്റുകൾ അന്യഭാഷയിൽ പറയാൻ കൃപ ലഭിച്ച ദൈവജനം വായികൾ അടച്ചു പിടിക്കാതെ അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്റെ ജീവിതത്തിനകത്ത് സകലവും മടക്കി തരുന്ന ഒരു സീസൺ, നിന്റെ ജീവിതത്തിലേക്ക് സകലവും മടങ്ങി വരുന്ന ഒരു സീസൺ സ്വർഗത്തിലെ ദൈവം തുറക്കുന്നു. എന്തോ പരിശുദ്ധാത്മാവിനോട് ഒത്തിരി ശക്തമായി ഇടപെടുന്നല്ലോ. നഷ്ടപ്പെട്ടു പോയത് ചിലത്, ചില കൂടാരങ്ങൾക്കകത്തു നിന്ന്, ചിലരുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, കർത്താവ് മടക്കി തരാൻ തുടങ്ങിയ ദൈവമക്കളെ, ഈ സാന്നിധ്യം വിട്ട്, ഈ ദൈവ സാന്നിധ്യത്തെ വിട്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മോശ പറയുന്നത്, ഈ സാന്നിധ്യം ഇല്ലെങ്കിൽ നീ എന്നെ അയക്കരുതെന്ന്. ഇന്ന് ഞാൻ ആത്മാവിൽ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച ദൈവ സാന്നിധ്യം, വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച സമയത്ത് അനുഭവിച്ച ദൈവ സാന്നിധ്യം ഇന്ന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, ഇന്നത് മടക്കി പിടിക്കാനുള്ള സീസണാണ്. ഇന്നത് മടക്കി പിടിക്കാനുള്ള സീസണാ. സ്വർഗത്തിലെ ദൈവം നിനക്കത് മടക്കി തരുന്ന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സന്തോഷധ്വനി ഉണ്ടാകും.
2, മണവാളന്റെ സ്വരമുണ്ടാകും. അടുത്തത് മണവാട്ടിയുടെ സ്വരമുണ്ടാകും. അടുത്ത പദം എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദവും. ഹല്ലേലൂയ. യഹോവയുടെ ആലയത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിപ്പിൻ, യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദവും ഉണ്ടാകും. എന്താണ് സ്തോത്രയാഗം? ഹല്ലേലൂയ. നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും നന്മയല്ല, അധരഫലമെന്ന സ്തോത്രയാഗം. അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. അധരഫലമെന്ന സ്തോത്രയാഗം. ഹല്ലേലൂയ. ചില നന്മകളെ പ്രാപിക്കുമ്പോൾ, ഹല്ലേലൂയ, ചിലതിനെയൊക്കെ പ്രാപിക്കുമ്പോൾ സ്തുതിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ നിന്റെ അധരത്തെ അടച്ചു വച്ചിരിക്കുന്ന ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പിൻ, യഹോവ നല്ലവനല്ലോ എന്ന് പറയുന്ന. ഇന്ന് നോക്കിക്കാൻ നമ്മുടെ തലമുറകളുടെ ഇടയിൽ ഇനി ഇത് പറയണം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളുടെ ഇടയിൽ ഇത് പറയണം. ഒരിടത്ത് അവർ ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നാൽ, ഒരിടത്ത് അവർ ഹല്ലേലൂയ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയിട്ട് വന്നാൽ പറയണം, മമ്മി യഹോവ എനിക്ക് നല്ലവനായിരുന്നു. ഹല്ലേലൂയ. ഡാഡി യഹോവ എനിക്ക് നല്ലവനായിരുന്നു. ഞാൻ പോയ ഇടത്ത് യഹോവ എനിക്ക് നല്ലവനായിരുന്നു. ഈ സ്ഥിതിയിലേക്ക് ദൈവം നമ്മുടെ തലമുറകളെ മടക്കിക്കൊണ്ട് വരുമെന്ന്. ഈ സ്ഥിതിയിലേക്ക് ഹല്ലേലൂയ ഇന്ന് പലപ്പോഴും അത് പറയുവാൻ കഴിയാതെ, ഇന്ന് പലപ്പോഴും നമ്മുടെ തലമുറകളെ കൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട്, നമ്മുടെ വീടിനുകൾക്കകത്ത് ഇത് പറയിപ്പിക്കാതെ പിശാച് പലതിൻ്റെയും നാവ് അടച്ചു വെച്ചിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൈമാറുന്നു, ഞാൻ ആ സ്ഥിതിയെ മാറ്റും. ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് യഹോവ നല്ലവനെന്ന് പറയുന്ന ഒരവസരങ്ങൾ, യഹോവ നല്ലവനെന്ന് പറയുവാനുള്ള സാഹചര്യങ്ങൾ, യഹോവ എനിക്ക് വൻകാര്യങ്ങൾ ചെയ്തു എന്ന് പറയുവാനുള്ള സാഹചര്യങ്ങൾ ദൈവം ഉണ്ടാക്കുമെന്ന്. ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് ഇത് പറയേണ്ട അവസ്ഥകൾ മാറ്റിയിട്ട് ഇത് പറയുവാൻ കഴിയാതെ, സന്തോഷിക്കുവാൻ കഴിയാതെ, എന്തെങ്കിലും സന്തോഷമുണ്ടെങ്കിലല്ലേ, എന്തെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ പ്രാപിക്കുമ്പോഴല്ലേ ഹല്ലേലൂയ നമ്മൾ സാധാരണ ഇത് പറയുന്നത്. ഞാൻ പറയാം, അതല്ല. കാരാഗ്രഹത്തിന്റെ അകത്തു വെച്ചു യഹോവ നല്ലവനെന്ന് പറയാൻ കഴിഞ്ഞാൽ, പ്രതികൂലത്തിന്റെ അകത്തു വെച്ചു യഹോവ നല്ലവനെന്ന് പറയാൻ കഴിഞ്ഞാൽ, ഒരുപക്ഷെ വഴി അടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിനകത്തു വെച്ചു യഹോവ നല്ലവനെന്ന് നിനക്ക് പറയാൻ കഴിഞ്ഞാൽ, നിന്റെ സ്ഥിതി പണ്ടത്തെക്കാട്ടിലും ഹല്ലേലൂയ നീ കടന്നു പോകുന്ന അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുമെന്ന്, നീ കടന്നു പോകുന്ന പ്രതിസന്ധിക്ക് മാറ്റമുണ്ടാകുമെന്ന് ഹല്ലേലൂയ വായി തുറന്ന് പറഞ്ഞാട്ടെ. യഹോവ നല്ലവൻ, യഹോവ നല്ലവൻ, യഹോവ നല്ലവൻ എന്ന് പറയുക. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കൊരവസരങ്ങളെ ഒരുക്കുകയാ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഈ മാസത്തിൽ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി യഹോവ നല്ലവനായി വെളിപ്പെടുന്ന ഷൈനി കോശിയാൻഡി പരിശുദ്ധാത്മാവ് ഒത്തിരി ശക്തമായി ഇടപെടുന്നല്ലോ. യഹോവ നല്ലവനെന്ന് പറയുവാൻ, യഹോവ നല്ലവനെന്ന് പറയുവാൻ ദൈവം ഒരവസരത്തെ ഒരുക്കുകയാ. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നു. ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. അതിനകത്ത് യഹോവയുടെ മഹത്വം ഇറങ്ങുന്ന ദിവസങ്ങളാണെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്ന, മഹത്വം
ശബ്ദമിറങ്ങുന്ന ദിവസങ്ങളായി ഇനിയുള്ളത്. ആത്മാവാലോചന കൈമാറുക. പ്രാർത്ഥന മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. കർത്താവിന്റെ നീതി ചില വിഷയങ്ങൾക്കകത്ത് ശക്തമായി വെളിപ്പെടുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് വീടിനകത്ത് തുറന്നു വരട്ടെ. ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ എന്ന്, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് പറയുന്നവരുടെ ശബ്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പ്രതിസന്ധിക്കകത്ത് നിന്നെ കൊണ്ടിടുമ്പോൾ, ചില പ്രതികൂലത്തിനകത്ത് നിന്നെ കൊണ്ടിടുമ്പോൾ, ചില കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും മാനുഷികമായി നമ്മൾക്ക് പറയാൻ കഴിയാതെ വരാറുണ്ട്. പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകാറുണ്ട്. ചൂരച്ചെടിയുടെ തണലിനകത്ത് കിടക്കുമ്പോഴും ചിലപ്പോഴൊക്കെ നമുക്കിത് പറയുവാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അതേ സാഹചര്യത്തിനകത്തൂടെ കടന്നു പോകുമ്പോഴും യഹോവ എനിക്ക് നല്ലവനാണെന്നൊന്ന് പറയാൻ കഴിയുമോ? യഹോവ എനിക്ക് നല്ലവനാണെന്ന് പറയാൻ കഴിയുമോ? നിന്റെ തലമുറയെ നോക്കി പറയാമോ, യഹോവ എൻ്റെ തലമുറയ്ക്ക് നല്ലവനാണ്, യഹോവ എൻ്റെ കുടുംബത്തിന് നല്ലവനാണ്, യഹോവ എൻ്റെ ഭാര്യയ്ക്ക് നല്ലവനാണ്, യഹോവ എൻ്റെ ഭർത്താവിന് നല്ലവനാണ്. ഹല്ലേലൂയ. ഞാൻ പറയാം, നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ പോലും അറിയാതെ ചില ദൈവപ്രവർത്തികൾ നിന്റെ കൂടാരത്തിനകത്ത് നിനക്ക് കാണുന്നതിൽ അപ്രമായ രീതിയിൽ വെളിപ്പെടുമെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഇത് പറയുന്നവരുടെ കൂടാരത്തിനകത്ത് അസാധാരണമായ ഒരു സാന്നിധ്യം ഇറങ്ങി വരുന്ന ഞാൻ കാണുന്നു. എനിക്കറിയാം ചിലരുടെ മേൽ ശക്തമായ ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാ. ശക്തമായ അസാധാരണമായ ദൈവ സാന്നിധ്യം. യഹോവ നല്ലവനെന്ന് നീ പറയാൻ തുടങ്ങുകയാ. യഹോവ നല്ലവനെന്ന് നീ പറയുന്ന ചില നാളുകളായി നിന്റെ നാവിനകത്ത് ഇത് പുറത്തു വരാതെ, ചില നാളുകളായി നിന്റെ വീടിനകത്ത് ഇത് പുറത്തു വരാതെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, നിന്റെ നാവുകളെ പൂട്ടിക്കിട്ടിരിക്കുന്ന ആ കെട്ടിനെ ഇന്ന് സ്വർഗത്തിലെ ദൈവം അഴിക്കുകയാ. യഹോവ നല്ലവൻ. വചനം എഴുതി വെച്ചിരിക്കുക, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ. ആരെങ്കിലും ഒക്കെ ഉണ്ടോ ടേസ്റ്റ് ചെയ്യാൻ? അങ്ങനെയൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവ്. ഇതെന്താ പറയുന്നത്? അവനെ ശരണമാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഞാൻ ഭാഗ്യവാനാ. ഹല്ലേലൂയ. ഞാൻ ഭാഗ്യവാനാ. എങ്ങനാ? യഹോവയെ ടേസ്റ്റ് ചെയ്തത് കൊണ്ട്, യഹോവയെ രുചിച്ചറിഞ്ഞതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ പറയാം, നീ ഇത് പറയുമ്പോൾ നിന്റെ കൂടെ വന്നിരിക്കാൻ നിന്റെ ഭർത്താവ് കാണുന്നില്ല, നിന്റെ കൂടെ കരം ചേർത്ത് പ്രാർത്ഥിക്കുവാൻ നിന്റെ മക്കളില്ലായിരിക്കാം, ഭർത്താവ് ഇല്ലായിരിക്കാം. ഒറ്റയ്ക്കാ പ്രാർത്ഥനാ മുറിയിലിരുന്ന് പറയുന്നത്, ഒറ്റയ്ക്കാ പ്രാർത്ഥനാ മുറിയിലിരുന്ന് മല്ല് പിടിക്കുന്നത്, ഒറ്റയ്ക്കാ പ്രാർത്ഥനാ മുറിയിൽ നിലവിളിക്കുന്നത്. വിഷമിക്കണ്ട. അതിന്റെ സാഹചര്യത്തിലും പറ, യഹോവ എനിക്ക് നല്ലവനാണെന്ന്, യഹോവ എനിക്ക് നല്ലവനാണെന്ന് ഞാൻ പറയാം. ഇത് നീ പറയാൻ തുടങ്ങിയാൽ നിന്റെ സ്ഥിതി പണ്ടത്തെ പോലെ, നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുമെന്ന്. എനിക്കറിയാം, ഈ വചനത്തിലൂടെ ആരുടെയൊക്കെയോ സ്ഥിതികൾ മാറുകയാ, ആരുടെയൊക്കെയോ സ്ഥിതികൾ മാറാൻ തുടങ്ങുകയാ. ചില തലമുറകളെ ഈ വചനം ശക്തമായി തൊടുന്നത് ഞാൻ കാണുന്നു. ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ചിലരുടെ മേൽ ഈ വചനം ശക്തമായി തൊടുന്നത് പോലെ. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാതെ, യഹോവ നല്ലവനാണെന്ന് പറയിപ്പിക്കാതെ സന്തോഷം എടുത്തു കളയുക, ആനന്ദഘോഷം എടുത്തു കളയുക. മണവാളന്റെ സ്വരം എടുത്തു കളഞ്ഞു, മണവാട്ടിയുടെ സ്വരം കളഞ്ഞു. നഷ്ടങ്ങളുടെ ഒരു പട്ടിക. ഹുറബലബ ശംദരാധന ജുഡാലബ, നഷ്ടങ്ങളുടെ ഒരു പട്ടികയെ തമ്പുരാൻ ഇന്ന് ഭയങ്കരമായി നിനക്ക് മാറ്റം വരുത്തുകയാ. ആരുടെയൊക്കെ നഷ്ടപ്പെട്ടു പോയ സ്തുതിയെ കർത്താവ് മടക്കി തരികയാ. റീബാല ഹന്തരാധര. നിന്റെ നാവിനകത്തു നഷ്ടപ്പെട്ടു പോയ സ്തുതി, എന്താ പരിശുദ്ധാത്മാവിൽ അങ്ങനെ തന്നെ തൊടുന്നു. നാവിനകത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്തുതിയെ, നാവിനകത്തു നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തെ, നാവിനകത്തു നഷ്ടപ്പെട്ടു പോയ ഇറങ്ങിത്തിരിച്ച നാളുകളിൽ
വിശ്വാസത്തിനകത്തേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ നിനക്കൊണ്ടായിരുന്ന ആനന്ദഘോഷമില്ലേ? വിശ്വാസത്തിനകത്ത് നീ ഇറങ്ങി തിരിച്ചപ്പോൾ തീയായിട്ട് നിന്ന സമയങ്ങളില്ലേ? ഈ കാലങ്ങൾ മാറിയപ്പോൾ എവിടൊക്കെയോ ചെറുതായിട്ടൊന്ന് അണഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറുതായിട്ടൊന്ന് പവർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് കർത്താവ് നിന്നെ ചാർജ് ചെയ്യുകയാ. എന്തിനാ അടുത്തൊരു നിയോഗത്തിന് വേണ്ടി മെസ്സി ജോയ് ആന്റി അത് സ്വീകരിച്ചോ? ദൈവം ഇന്ന് നിങ്ങളെ ചാർജ് ചെയ്യുന്നു. കർത്താവ് ഭയങ്കരമായി പുറത്തു കൊണ്ടുവരുന്ന ഒരു കാഴ്ച, പരിശുദ്ധാത്മാവനെ കാണിക്കുന്ന ഒരു ഭയങ്കര മൂർച്ചയുള്ള ആയുധമായി, പിശാച് ഭയക്കുന്ന ഒരു ആയുധമായി പുറത്തു വരുന്ന. കഴിഞ്ഞ നാളുകളിൽ നിന്റെ നാവിനകത്ത് ഒത്തിരി സ്തുതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്നെവിടെയോ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ നാളുകൾ നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ചാൽ അപ്പൊ തന്നെ മറുപടി ഉറപ്പാ. ഇന്ന് നടക്കുന്നുണ്ടോ? കർത്താവ് ഇനിയും അതുണ്ടാകും. വിശ്വസിക്കാമെങ്കിൽ ഇനിയും അതുണ്ടാകും. നിങ്ങളൊരു രോഗിയുടെ മേൽ കൈവച്ചാൽ, നിങ്ങളൊരു രോഗിയുടെ മേൽ കൈവച്ചാൽ ഹല്ലേലൂയ, ഇനി വിടുതലുകൾ നടക്കുമെന്ന്, ഇനിയും അതുണ്ടാകുമെന്ന്. നിങ്ങളുടെ മേൽ കർത്താവ് തുറന്നിട്ടിരിക്കുന്ന അഭിഷേകമില്ലേ, നിങ്ങളുടെ മേൽ തുറന്നിട്ടിരിക്കുന്ന ശുശ്രൂഷകളില്ലേ, അത് അടഞ്ഞു പോകത്തില്ല. ഇനിയും ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഒത്തിരി ശക്തമായി ഇടപെടുന്നു. ഇനിയും അതുണ്ടാകും. ഇനിയും ആ പദം ഭയങ്കര ശക്തമാകും കേട്ടോ. ഇനിയും ആ പദം ഹല്ലേലൂയ, ഇനിയും അതുണ്ടാകും. അടഞ്ഞെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അടയത്തില്ല. ഇനിയും ഹല്ലേലൂയ. ആഘോഷമുണ്ടാകും, സന്തോഷമുണ്ടാകും, മണവാളന്റെ സ്വരമുണ്ടാകും, മണവാട്ടിയുടെ സ്വരമുണ്ടാകും. ഹല്ലേലൂയ. ആലയത്തിനകത്ത് സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദം കേൾക്കും. ആലയത്തിനകത്ത് സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദം. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഇനിയും അഭിവൃദ്ധി പ്രാപിക്കും. ഇനിയും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? കർത്താവേ, ഞാൻ റെഡിയാണ്. ഹല്ലേലൂയ. അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ഞാൻ റെഡിയാണ്. ഇനിയും എൻ്റെ മേൽ ചിലത് നടക്കണമെന്ന്, ഇനിയും എൻ്റെ മേൽ ചിലത് ഉണ്ടാകണമെന്ന്. ഹല്ലേലൂയ. ഇരമ്യാവിനോട് പറയുക, ഹല്ലേലൂയ, 2ാം പ്രാവശ്യം അവനുണ്ടായ അരുളപ്പാടാ. ഇരമ്യാ പ്രവാചകനോട് 2ാം പ്രാവശ്യം ഉണ്ടായതാ. ഹല്ലേലൂയ. പ്രതികൂലത്തിനകത്തും നിങ്ങൾക്കൊരു ദൈവശബ്ദം ഉണ്ടാകും. പ്രതിസന്ധിക്കകത്തും നിങ്ങൾക്കൊരു ദൈവശബ്ദമുണ്ടാകും. എന്തിനാണെന്നറിയോ? ഈ പ്രതികൂലത്തിനകത്തും ഉണ്ടാകുന്ന ദൈവശബ്ദം എന്താണെന്നറിയാമോ? നിങ്ങളെ ഒന്നുകൂടെ ഉറപ്പിക്കാനാ. എന്തിനാ? കേട്ട വാക്തത്വത്തെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ. ചില ദൈവശബ്ദം നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു വചനത്തിലൂടെ, ഒരു പ്രാർത്ഥനയിലൂടെ, അല്ലെങ്കിൽ ഒരു പാട്ടിലൂടെ, ഏതെങ്കിലും ദൈവദാസന്മാരിലൂടെ, ദൈവദാസിമാരിലൂടെ കേൾക്കുന്ന ദൈവശബ്ദം എന്തിനാണെന്നറിയാമോ? ഈ പ്രതികൂലത്തിനകത്തു നീ തകർന്നു പോകത്തില്ല. നിന്നെ ഒന്നുകൂടെ പുറത്ത് കൊണ്ടുവരും. നീ ഒന്നുകൂടെ മൂർച്ച കൂടിയ ആയുധമായി പുറത്ത് വരുമെന്ന് നിങ്ങളെ ഉറപ്പിക്കുവാനാണ്. ഹല്ലേലൂയ. നോക്കിയേ, കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ട് കിടക്കുകയാ, താൻ അടയ്ക്കപ്പെട്ട് കിടക്കുകയാ. ഹല്ലേലൂയ. അവിടെ കേൾക്കുകയാ, ഹല്ലേലൂയ, എന്നെ നീ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരവരുളും. കർത്താവിൻ്റെ അത്ഭുതം. ചില വീടുകൾക്കകത്ത് ശക്തമായി വെളിപ്പെടുന്ന ഞാൻ കാണുന്നു. ഇനിയും ചിലതുണ്ടാകുമെന്ന്. ചില വീടുകൾക്കകത്ത് വെളിപ്പെടേണ്ട വാക്തത്വങ്ങൾ, ചില വ്യക്തികളുടെ ലൈഫിനകത്ത് വെളിപ്പെടേണ്ട ചില വാക്തത്വങ്ങൾ, ചില യാത്രകൾ, ചില ഹല്ലേലൂയ മേഖലകളൊക്കെ അടഞ്ഞു കിടക്കുന്നത് അത് കണ്ട് ഭാരപ്പെട്ട് നിൽക്കാനല്ല സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുക. ഇനിയും അതുണ്ടാകുമെന്ന്. എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ?
നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചു കൊണ്ടിരിക്കേണ്ടെന്ന്, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കേണ്ട. ഇനിയും ചിലതുണ്ടാകൂ, ഇനിയും ചിലതുണ്ടാകും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ഇനിയോ, ആ പദമൊന്ന് വായി തുറന്ന് പറഞ്ഞ ഇനിയോ. എൻ്റെ വീടിനകത്ത് ആനന്ദഘോഷം ഉണ്ടാകൂ, ഇനിയും എൻ്റെ വീടിനകത്ത് സ്തോത്രം ഉണ്ടാകൂ, ഇനിയും എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ദൈവപ്രവർത്തികൾ നടക്കുമെന്ന്, ഇനിയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുകൾ സംഭവിക്കുമെന്ന്, ഇനിയും എൻ്റെ തലമുറകളുടെ വാഗ്ദത്തങ്ങൾ തുറക്കുമെന്ന്, ഇനിയും എൻ്റെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ദൈവദാസിമാരോട് പരിശുദ്ധാത്മാ പ്രവചിക്കുന്നു, അടുത്തൊരു ലെവലിലേക്ക് ഇനിയും ദൈവം നിങ്ങളെ കയറ്റുകയാ. അടുത്തൊരു ഷിഫ്റ്റിംഗിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എടുത്തു കയറ്റുന്ന. ഹല്ലേലൂയ. ഇനിയും ആമേൻ. ആ യഹോവയുടെ ആലയത്തിൽ സ്തോത്രയാഗം കൊണ്ടുവരുന്നവരുടെ ശബ്ദം, സ്തോത്രയാഗമെന്ന ആദരഫലം അപ്പം നഷ്ടപ്പെട്ട് കിടന്നു. ഹല്ലേലൂയ. എന്ത് വന്നാലും ഒന്ന് സ്തോത്രത്തിൽ ജയിക്കാൻ പറ്റുമോ ദൈവമക്കളെ? എന്ത് പ്രശ്നം വന്നാലും, ഏത് പ്രതികൂലം വന്നാലും സ്തോത്രത്തിൽ അതിനെ ജയിക്കാൻ കഴിഞ്ഞാൽ, ഞാൻ പറയാം, വഴി അടയുമ്പോഴും ഇല്ല കർത്താവേ എനിക്ക് തുറന്നത് കൊണ്ട് സ്തോത്ര. പിശാചി നിനക്കെതിരെ പ്രതികൂലങ്ങൾ അഴിച്ചുകൊണ്ട് വിടുമ്പോഴും വായി തുറന്ന് പറയാൻ കഴിയുമോ? ഇല്ല കർത്താവ് എനിക്കത് തുറന്നത് കൊണ്ട് സ്തോത്രം. ഞാൻ കേട്ട ദൈവശബ്ദം നടക്കുന്നത് കൊണ്ട് സ്തോത്രം. ഹാലൽ എൻ്റെ രോഗം മാറുന്നത് കൊണ്ട് സ്തോത്രം, എൻ്റെ പ്രയാസങ്ങൾ മാറുന്നത് കൊണ്ട് സ്തോത്രം, ഹാലൽ എൻ്റെ കഷ്ടത മാറുന്നത് കൊണ്ട് സ്തോത്രം. ഹാലൽ ഇങ്ങനെ സ്തോത്രത്തിൽ ചിലത് ജയിക്കാൻ കഴിഞ്ഞാൽ നിന്റെ സ്ഥിതി മാറുമെന്ന് സ്തോത്രം പറഞ്ഞ് എന്തോ ഇന്ന് പരിശുദ്ധാത്മ ചിലരോട് ശക്തമായി ഇടപെടുന്നു. സ്തോത്രം പറഞ്ഞ് ചിലതിനെ ജയിക്കുക. ശിരുവാന്റി പരിശുദ്ധാത്മ ഒത്തിരി ശക്തമായി ഇടപെടുക. ചിലതിനെ സ്തോത്രം പറഞ്ഞ് പൊട്ടിക്കുവാൻ, ചിലതിനെ സ്തോത്രം പറഞ്ഞ് ജയിക്കുവാൻ. ഹല്ലേലൂയ. ചിലതിനോട് നിന്റെ യാത്രകളിൽ നീ കുക്ക് ചെയ്യുമ്പോൾ, ഡ്യൂട്ടി ചെയ്യുമ്പോഴൊക്കെ ഹല്ലേലൂയ സ്തോത്രം പറയാമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം പറയാമെങ്കിൽ സ്ഥിതി മാറുമെന്ന്. സ്ഥിതി മാറാൻ തുടങ്ങുകയാ. ഈ ഓഗസ്റ്റ് മാസം പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, അടഞ്ഞുപോയ ചിലതിനെ നിന്റെ സ്തോത്രത്തിന് വിളിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. അടഞ്ഞുപോയ ചിലതിനെ നിന്റെ സ്തോത്രത്തിന് വിളിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. നിന്റെ വീടിനകത്തെ ചില സ്ഥിതി മാറ്റുവാൻ നിന്റെ സ്തോത്രത്തിന് കഴിയുമെന്ന്. ആ വീടിന്റെ സ്ഥിതികൾ മാറുന്നല്ലോ. ആ വീടിന്റെ ആത്മീക അന്തരീക്ഷം മാറുന്നു. യേശുവിന്റെ നാമത്തിൽ ആത്മീക അന്തരീക്ഷം മാറുന്നു. കഴിഞ്ഞ നാളുകളിൽ ഒരുമിച്ചിരുന്ന മേഖലകളെ സ്വർഗത്തിലെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്ഥിതി മാറുകയാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതികൾ മാറുന്നു. സ്തോത്രം പറയുമ്പോൾ പറഞ്ഞു തുടങ്ങിക്കോ. സ്തോത്രം പറഞ്ഞു. ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചി നാളുകളായി നിന്റെ വായ പൂട്ടി വെച്ചിരിക്കുകയല്ലേ? പിശാചി നിന്റെ വായ അടച്ചു വെച്ചിരിക്കുകയല്ലേ? സ്തോത്രം പറയാൻ കഴിയാതെ, ഹല്ലേലൂയ ആരാധിക്കുവാൻ കഴിയാതെ. ഇന്ന് അതിനൊരു മാറ്റം വരികയാ. ഇന്ന് അതിനൊരു മാറ്റം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രത്തിൽ ചിലതിനെ ജയിക്കുവാൻ, സ്തോത്രത്തിൽ ചിലതിനെ പിടിക്കുവാൻ. സ്വർഗത്തിലെ ദൈവം നിനക്ക് ഭയങ്കര അഭിഷേകം തുറന്നു തരികയാ. ഹല്ലേലൂയ. നീ സ്തോത്രം പറയുമ്പോൾ ഹല്ലേലൂയ സ്ഥിതി മാറുമെന്ന്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കാമോ? സ്തോത്രം പറഞ്ഞ്. ആമേൻ. സ്തോത്രം പറഞ്ഞാൽ, ഞാൻ പറയാം, പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ കർത്താവിനോട് എനിക്ക് എന്നും എനിക്ക് തരണമെന്ന് പറയുന്നതിനപ്പുറമായി തന്നതിനെല്ലാം ഒന്ന് സ്തോത്രം പറയാമോ? ഇരിക്കാൻ തന്നെ ദൈവം അവസരം തന്നതിനൊന്ന് സ്തോത്രം പറയാമോ? ഈ ദൈവത്തെ അറിയാൻ പറ്റിയതിനൊന്ന് സ്തോത്രം പറയാമോ? ഈ ദൈവത്തെ രുചിച്ചു നോക്കാൻ പറ്റിയതിനൊന്ന് സ്തോത്രം പറയാമോ? ദൈവമക്കളെ, നമ്മൾ ജയിച്ചു. ആമേൻ. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ജയിച്ചെന്ന് ബാക്കി കർത്താവ് തന്നോളുമെന്ന്. ഞാൻ പറയാം, എന്നെ ഉരുവാക്കി ദൈവത്തിനറിയാം എനിക്ക് എന്ത് വേണമെന്ന്.
ഓരോ ദിവസവും എനിക്ക് എന്താണോ ആവശ്യമുള്ളത്, എനിക്ക് എന്താണോ വേണ്ടത്, എൻ്റെ കുടുംബത്തിന് എന്താണോ വേണ്ടത്, എൻ്റെ തലമുറയ്ക്ക് എന്താണോ വേണ്ടതെന്ന് ഞാൻ പറയാം, എനിക്കറിയുന്നതിന് മുന്നേ കർത്താവിനറിയാം. എനിക്കറിയുന്നതിന് മുന്നേ എൻ്റെ അപ്പനറിയാം. ഞാൻ പറയാം, അത് ദൈവം തരും. നീ സ്തോത്രം പറയാമോ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. വചനം എഴുതി വെച്ചിരിക്കുക. സങ്കീർത്തനക്കാരൻ പറയുക, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് ഈ കേട്ട വചനം, ഇന്ന് മുതൽ നിങ്ങൾ സ്തോത്രം പറയാമെങ്കിൽ ഹല്ലേലൂയ, നിന്റെ സ്ഥിതിയെ മാറും. ഈ വചനം വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറയാമെങ്കിൽ അടുത്ത 30 ദിവസത്തിനകത്ത് അടഞ്ഞെന്ന് പറഞ്ഞ ചിലത് ദൈവം നിന്റെ മുന്നിൽ തുറക്കുമെന്ന് ഞാൻ പറഞ്ഞ അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി തുറക്കുന്നു. എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, ചിലരുടെ വഴികൾ അടഞ്ഞതുപോലെ സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് പാതി വഴിക്ക് ചിലത് അടഞ്ഞതുപോലെ കിടക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുകയാ. സ്വർഗത്തിലെ ദൈവം ഇന്ന് കൈമാറുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണ അതിനകത്ത് വെളിപ്പെടുമെന്ന്. ദൈവത്തിന്റെ കരുണ. നീ വീട്ടിലിരുന്ന് പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് സ്തോത്രം പറഞ്ഞു, നിനക്ക് ചെന്നെത്താൻ പറ്റാത്ത ഇടത്ത് ഈ സ്തോത്രത്തിന്റെ ശക്തി ചെല്ലുമെന്ന്. നിനക്ക് ചെന്ന് ഇടപെടാൻ കഴിയാത്ത ഇടത്ത് ഈ സ്തോത്രത്തിന്റെ ശക്തി ഇടപെടുമെന്ന്. ഹല്ലേലൂയ. ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയ പിശാചിന് പിടിച്ചു വെക്കാൻ കഴിയത്തില്ലെന്ന്, പിശാചിന് ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. അവിടെ നിന്ന് നീ പുറത്തു വരുന്ന നിന്റെ സ്ഥിതി മാറുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചു. സ്ഥിതി മാറും. ഹല്ലേലൂയ. നിന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. നിന്റെ സ്ഥിതി മാറും. ഈ വചനം മനസ്സിലാക്കുമ്പോൾ, വായിക്കുമ്പോൾ അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നാളുകൾക്ക് മുന്നേ ഇവർക്ക് ആനന്ദഘോഷം ഉണ്ടായിരുന്നു, സന്തോഷധ്വനി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. മണവാളന്റെ സ്വരമുണ്ടായിരുന്നു, മണവാട്ടിയുടെ സ്വരം ഉണ്ടായിരുന്നു, സ്തോത്രയാഗങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയത്ത് എവിടെയോ നിന്നുപോയി. അല്ല, ഞാൻ പറയാം, തുള്ളനോ വെട്ടുക്കിളിയോ വിട്ടിലോ പച്ചപ്പുഴുവോ എന്തൊക്കെയോ വന്ന് തിന്നുകളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു, ഇത് മടങ്ങി വരും. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് സ്തോത്രം പറയുമ്പോൾ സ്ഥിതിയെ നമുക്ക് ചെന്നിടപെടാൻ കഴിയാത്ത ഇടങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ദൈവം നമ്മുടെ സ്ഥിതി മാറ്റും. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റിയാൽ ഹല്ലേലൂയ. 126 സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ജാതികളുടെ ഇടയിൽ ഹല്ലേലൂയ ചിലത് പറയുമെന്ന്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ സ്ഥിതി മാറ്റിയാൽ ജാതികൾ പറയും. ഹല്ലേലൂയ. നമ്മൾ പറയണ്ട, ജാതികൾ പറയും. ഏതാ? യഹോവ അവരിൽ വൻ കാര്യം ചെയ്തിരിക്കുന്നു എന്ന്, യഹോവ അവരിൽ എന്തോ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നീ സ്തോത്രം പറഞ്ഞു ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ഹല്ലേലൂയ ജാതികൾ പറയാൻ തുടങ്ങും. അതുകൊണ്ടല്ലേ ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ മിര്യാം ഹല്ലേലൂയ അമ്മച്ചി എന്തോ ചെയ്തേ? തപ്പെടുത്ത് ദൈവത്തെ ആരാധിച്ചു. കാരണം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കിടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഇരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കടന്നുപോയൊരു സ്ഥിതി ഉണ്ടായിരുന്നു, ഞങ്ങൾ അനുഭവിച്ച കുറെ കഷ്ടതകളുണ്ടായിരുന്നു, ഞങ്ങൾ അനുഭവിച്ച ചില ഊഴിയ വേലകളുണ്ടായിരുന്നു, ഹല്ലേലൂയ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടുപോയ പ്രതികൂലങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം നടുവിലും സ്വപ്നം കണ്ടവരെ പോലെ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന, സ്വപ്നം കണ്ടവരെ പോലെ എങ്ങനെയെന്നറിയാതെ, ഏത് വിധത്തിലെന്നറിയാതെ, ഒരു മനുഷ്യനും ഹൃദയത്തിൽ തോന്നാത്ത രീതിയിൽ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന് ഒന്ന് സ്തോത്രം പറയാമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ അതിന് തയ്യാറാണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഒന്ന് സ്തോത്രം പറയാമോ?
അർത്ഥമനഘടകസിയ. എത്രയോ തവണ പിശാചി നിന്നെ തകർത്ത് കളയാൻ നോക്കി, എത്രയോ തവണ പിശാചി നിന്നെ ഉടച്ചു കളയാൻ നോക്കി. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി ദൈവം നടത്തിക്കൊണ്ട് വന്നപ്പോ ഈ മാതാവ് തപ്പെടുത്ത് ആരാധിക്കുകയാ. ഒരു സമയത്ത് ഇവർക്കിത് കഴിയാതെ വന്ന സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറയാം, അവസരം കിട്ടുമ്പോൾ എല്ലാം, എനി ടൈമിൽ, എനി സിറ്റുവേഷനിൽ ഹല്ലേലൂയ സ്തോത്രം പറയാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം പറയാൻ തയ്യാറാണെങ്കിൽ, എവിടെയുമായിരിക്കട്ടെ, ഹല്ലേലൂയ, എവിടെ, ഹല്ലേലൂയ, എനി പബ്ലിക് പ്ലേസിലോ എവിടെ ആയിക്കൊള്ളട്ടെ, സ്തോത്രം പറയാൻ കഴിയുമോ? ഹല്ലേലൂയ, ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. ഹല്ലേലൂയ, ദൈവം അത്ഭുതം ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഇതാ സ്തോത്രത്തിന് ഭയങ്കര ബലവാ ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രത്തിന് ഭയങ്കര ബലവാ. ദൈവം വൻ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്യും എന്ന് ജാതികൾ പറയും. നമ്മുടെ സ്ഥിതി മാറിയാൽ നമ്മളല്ല പറയുന്നത്, ജാതികൾ പറയും. ആമേൻ. ഹല്ലേലൂയ. സ്ഥിതി മാറണം. സ്ഥിതി മാറിയാൽ ഇത് പറയത്തുള്ളൂ. എന്നും ഇതേ സ്ഥിതിയിലിരുന്നാൽ ഒരിക്കലും ആരും പറയത്തില്ല. പക്ഷെ നിന്റെ സ്ഥിതി മാറിയാൽ, നിന്നെ നിന്ദിച്ചവർ, നിന്നെ പരിഹസിച്ചവർ, നിന്റെ ആരാധനയെ കുറ്റം പറഞ്ഞവർ, നിന്റെ സ്തോത്രത്തെ കളിയാക്കിയവരില്ലേ, അവര് പറയുമെന്ന്, അവന്റെ സ്തോത്രത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന്, അവന്റെ ആരാധനയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ടെന്ന്, അവന്റെ സ്തോത്രത്തിന് എന്തോ ജീവനുണ്ടെന്ന്, അവന്റെ സ്തോത്രത്തിന് എന്തോ പവർ ഉണ്ടെന്ന്. അതുകൊണ്ട് ആ കാരാഗ്രഹത്തിനകത്തും അഭിഷക്തന്മാർ പാടി ആരാധിച്ചത്. ഹല്ലേലൂയ, പാടി ആരാധിച്ചത്. കാരണം ആരാധനയ്ക്ക് പവറാ. ഹല്ലേലൂയ. ആരാധിച്ചാൽ ഒരു കാര്യം അവർക്കറിയാം, കയ്യിലേക്ക് തനിയെ അഴിയും. ഹല്ലേലൂയ. ആരാധന വെളിപ്പെട്ടാൽ ഏത് ഹല്ലേലൂയ ഉലകത്തിലെ ആര് കെട്ടിയതാണെങ്കിലും അത് താഴെ വീഴുമെന്ന് ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. നീ സ്തോത്രം പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയാ, നിന്റെ വഴികളെ അടച്ച് പിശാച് കെട്ടിവെച്ചത്, നിന്റെ യാത്രകളെ അടച്ച് പിശാച് കെട്ടിവെച്ചത്, നിന്റെ മുന്നോട്ടുള്ള വാഗ്ദത്തത്തെ അടച്ച് പിശാച് കെട്ടിവെച്ചത്, നിന്റെ മിനിസ്ട്രിയുടെ നിന്റെ ശുശ്രൂഷകളെ അടച്ചത് സ്വർഗത്തിലെ ദൈവം തുറക്കുമെന്ന്. ഹല്ലേലൂയ. നിന്റെ സ്ഥിതി പണ്ടത്തെ പോലെ ഇനിയുണ്ടാകും. ഇന്ന് പറ്റുമെങ്കിൽ ഈ വചനം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇനിയും ആനന്ദഘോഷവും സന്തോഷധ്വനിയും, മണവാളൻ്റെ സ്വരവും, മണവാട്ടിയുടെ സ്വരം. നിന്റെ വീടിനകത്ത് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ചിലപ്പോഴെങ്കിലും നിന്റെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ, സമാധാനം നഷ്ടപ്പെട്ട രാത്രികൾ, ആരും കാണാതെ നീ റൂമിനകത്തിരുന്ന് കരയുന്ന സമയങ്ങൾ, ആരും കാണാതെ നിന്റെ യാത്രകളിൽ ഒഴുക്കുന്ന കണ്ണുനീരുകൾ, തലമുറയെ ചൊല്ലി നിലവിളിക്കുന്ന ചില വിഷയങ്ങൾ സ്വർഗത്തിലെ ദൈവം കൈമാറുക. ഇനിയും അതിനൊരു മാറ്റം ഉണ്ടാകും. ഇനിയും ആ സ്ഥിതിക്കൊരു മാറ്റം വരുമെന്ന്, ഇനി ആ സ്ഥിതിക്ക് മാറ്റം വരുമെന്ന്. ഹോ ഹാർദ മന റഗൽ ഖരാദിയ. ഞാൻ എൻ്റെ കഹാലെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാ. ഹല്ലേലൂയ. ടൈം കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. ഇനിയും ഇനിയും ഇനിയും. ആ പദം നിങ്ങൾ ഇന്ന് രാത്രി പറയണേ, ഇനിയും. ആമേൻ. ഹല്ലേലൂയ. ഇനി എൻ്റെ വീടിനകത്ത് ചിലതൊക്കെ ഉണ്ടാകുമെന്ന് ഒന്ന് പറഞ്ഞ. ഇനി എൻ്റെ വീടിനകത്ത് ചിലതൊക്കെ ഉണ്ടാകും. ഇനിയും പിശാചി കൊള്ളയിട്ട് കൊണ്ടുപോയെന്ന് ഞാൻ കരുതിയത് ഇനി എൻ്റെ വീടിനകത്തുണ്ടാകുമെന്ന് പിശാചി തളർത്തൊന്ന് പറഞ്ഞത് ഇനി എൻ്റെ വീടിനകത്തുണ്ടാകുമെന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി കർത്താവ് അത് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, ഈ വചനത്തിനകത്തുകൂടെ ദൈവത്തിൻ്റെ വിടുതലുകൾ ഇവരുടെ വീടിനകത്ത് സംഭവിക്കും. ഇനിയും ചിലത് ഹല്ലേലൂയ ഇവരുടെ വീടിനകത്ത് സംഭവിക്കട്ടെ.
ഇവിടെ ആത്മമണ്ഡലത്തിൽ സംഭവിക്കട്ടെ, ഇവിടെ ശുശ്രൂഷയിൽ സംഭവിക്കട്ടെ, ഈ മിനിസ്ട്രിയിൽ സംഭവിക്കട്ടെ. ഇനിയും ചില ദൈവപ്രവർത്തികൾ റാസാത്തൽ പ്രഭാർദേനിയ മേഴ്സി ഷാജി ആദ്യ പരിശുദ്ധാത്മ ഒത്തിരി ശക്തമായി ഇടപെടുന്നു. ഇനിയും ചില ദൈവപ്രവർത്തികൾ കർത്താവ് ശുശ്രൂഷയ്ക്കകത്ത് ചെയ്യുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുകയാ. കഴിഞ്ഞ നാളുകളിൽ അടഞ്ഞുപോയെന്ന് പറഞ്ഞ ചിലത് റാസാത്തൽ പ്രഭാർദേരിയ പിശാജ് കൊട്ടി അടച്ച ചില ഡോറുകൾ, ഓ ഹാർദ ലമാർദന പ്രബലഘടകസിയ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പിശാജ് കൊട്ടി അടച്ചു കളഞ്ഞ ചില കൂട്ടായ്മകൾ ഇനിയും ദൈവം തുറക്കുമെന്ന്, ഇനിയും ദൈവം തുറക്കുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. അത് തൽക്കാലത്തേക്ക് ഒന്ന് അടഞ്ഞതാണെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാണ്. അത് ദൈവം തുറക്കുമെന്ന്. കർത്താവേ, അത് തുറക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ വചനം ഇവരുടെ മേൽ ജീവിക്കാൻ തുടങ്ങട്ടെ. ഈ വചനം ഒരു ദൈവശക്തിയായി വെളിപ്പെടട്ടെ. ഇനിയും ചിലത് ഇവർ കാണട്ടെ കർത്താവേ. ഇവരുടെ വീടിനകത്ത് ആനന്ദം ഉണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ. യഹോവ നല്ലവനെന്ന് ഇവരുടെ തലമുറകളും പറയട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനിയും നിങ്ങളുടെ ലൈഫിനകത്ത് ഒത്തിരി ആത്മീക വിടുതലുകൾ, ഭൗതിക വിടുതലുകൾ ദൈവം ചെയ്യട്ടെ. ഈ മിനിസ്ട്രിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയ ദൈവദാസിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.